It's almost 3,000 crore project. It's 3 lakh square feet build-up area. ఈ ప్రాజెక్ట్లో షాపింగ్ మాల్స్, మల్టీప్లెక్సెస్, ఐటీ పార్క్. ആ കോളനി താമസിക്കുന്നൊരുത്തിന് അണ്ണനെ കാണാൻ വന്നിരിക്കുന്നു. ഏയ് വാ. 2 മാസത്തിനകം അവിടുന്ന് ഞങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന് സാറ് പറഞ്ഞിരുന്നല്ലേ? 400-ലധികം കുടുംബങ്ങളാണ് സാർ ഒഴിഞ്ഞു പോകേണ്ടി വരുന്നത്. അതിന് ഇവിടുന്ന് വിചാരിച്ചാൽ വേറെ എവിടേക്കെങ്കിലും ആ പ്രോജക്റ്റ് മാറ്റാൻ No chance. നീ ചെയ്യുന്നത് കൂടുതലായി. ഞങ്ങളെയൊക്കെ വഴിയാധാരമാക്കിയിട്ട് നീയൊക്കെ അവിടെ എന്തുണ്ടാക്കാൻ പോവാ? ഇന്ന് വരെ ഈ ഗേറ്റ് കടന്ന് ഒരുത്തന്നെ ഇങ്ങോട്ട് വരാൻ ധൈര്യം ഉണ്ടായിട്ടില്ല. ഇന്ന് ഞാനിവിടെ വന്നു. നാളെ മറ്റൊരുത്തനായിരിക്കും ഇവിടേക്ക് വരുന്നത്. ഇനി 1000 പേര് നിന്നോട് ചോദിക്കാൻ ഇവിടെ വന്നിരിക്കും. അപ്പൊ നീയൊക്കെ എന്ത് ചെയ്യൂടാ? നീ പറഞ്ഞത് വളരെ ശരിയാണ്. ഒരുത്തന്റെ ശബ്ദം ഇന്ന് എനിക്കെതിരെ ഉയർന്നിട്ടുണ്ടെങ്കിൽ നാളെ മറ്റൊരുത്തന്റെ ശബ്ദം ഉയർന്നിരിക്കും. അത് സംഭവിച്ചുകൂടാ. മുരുക, നായിന്റെ മോൻ പറഞ്ഞത് കേട്ടില്ലേ? എന്നോട് ചോദിക്കാൻ 1000 പേര് വരുമെന്ന്. വരട്ടെ. ആ ഗേറ്റ് കടന്ന് ഇവിടെ വരാൻ ഏതെങ്കിലും ഒരുത്തിന് ധൈര്യം ഉണ്ടെങ്കിൽ അവൻ ഈ ശവം ഇവിടുന്ന് കൊണ്ടുപോവാം. ഇല്ലെങ്കിൽ ഇവനെ ഇവിടെ ഇട്ട് കത്തിക്കും ഞാൻ. ഇപ്പൊ മനസ്സിലായ മോനെ, എന്തിനാ എന്റെ കുഞ്ഞിനെ ഞാൻ അതിനെല്ലാം പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെന്ന്? അത് തന്നെ സംഭവിച്ചില്ലേ? ഇപ്പോ അവന്റെ അമ്മയ്ക്ക് അവനെ അവസാനമായിട്ടൊന്ന് കാണാൻ പോലും പറ്റിയില്ലല്ലോ. എന്ത് ചെയ്യും ഞങ്ങളിനി? ഇവിടെ ഒരാൾക്ക് പോലും അവന്റെ ശരീരം ഇവിടെ എത്തിക്കാനുള്ള ധൈര്യം പോലും ഇല്ല. അവന്റെ വീട് എവിടെടാ? ചരൺ, ഒന്നും വേണ്ടടാ, വിട്ടേക്ക്. ധർമ്മ ഇവിടെ എന്തിനാ? അവന്റെ വീട് എവിടെടാ?